സീതകളി, പെരുന്നാടിന്റെ കളി, കൊല്ലം ചെറുമൂട് വിജയശ്രീ ആർട്സ് ക്ലബ്ബ്. സീതകളി വായിക്കുകയാണോടാ? പെരുന്നാടിന്റെ കളി എന്തുവാ ഇതെന്തുവാ ഇത്? കൊല്ലം ചെറുമൂട് വിജയശ്രീ ആർട്സ് ക്ലബ്ബ് സീതക്കളി അവര് വരച്ചായിരിക്കും. പിന്നെ ഈ വയനാടെന്നൊക്കെ കേട്ടിട്ടുണ്ടാ? വയനാട് കേട്ടിട്ടുണ്ട്. എന്ത് പോയിട്ടുണ്ടാ? അവിടെ ഒരു ശവം ദഹിപ്പിക്കാനേ 75,000 രൂപയെന്ന്. ആര് പറഞ്ഞു? പേപ്പറിലൊക്കെ വായിച്ച്. പേപ്പറിൽ പലതും പറയടാ. പിന്നെ ബെയിലി പാലം എന്ന് പറഞ്ഞു, അത് ചെയ്യാൻ 1 കോടി രൂപയെന്ന്. അതൊക്കെ പലരും പറയാം. ശരിയല്ലേ? പേപ്പറിൽ പിന്നെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രം പൈസ തരുന്നതിന് ഒന്നും പറയണ്ട, കേന്ദ്രത്തിനോട് പറഞ്ഞാൽ മതി. 2000 കോടി വേണമെന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കേന്ദ്രം പൈസ തരണമെന്ന് പറഞ്ഞാല് ഇവരിവിടുന്ന് പ്രപ്പോസൽ കൊടുക്കണം. പ്രപ്പോസലാ? അതെന്തല്ലേ കല്യാണത്തിന്റെ ഒക്കെ? അപ്പൊ നമ്മള് നമ്മളിപ്പോ നാട്ടിലൊരു സംസ്ഥാന സമ്മേളനം നടത്തുന്നു. അപ്പൊ ഒരു പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കത്തില്ല, എത്ര രൂപ വേണം എന്ന് പറയും. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് എത്ര രൂപ എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ കേരളം ഒരു പ്രപ്പോസൽ കൊടുക്കണം. ആ പ്രപ്പോസൽ കൊടുത്തെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് അർഹമായ പൈസ കൊടുക്കൂ. അതാ ഇപ്പൊ BJP ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പല സമയങ്ങളിലായിട്ട് നമുക്ക് ഈ ഫണ്ട് കിട്ടിയില്ല. അപ്പൊ ഈ സംസ്ഥാന സർക്കാർ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി വന്ന് ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി പറയും, നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രപ്പോസൽ അങ്ങനെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തതാ. അതാണ് ഒരു ജഡം ദഹിപ്പിക്കാൻ 75,000 വേണമെന്ന് അവര് പ്രപ്പോസൽ എഴുതിയത്. അതേതോ മണ്ടന്മാർ എഴുതിയതാ, അത്രയൊന്നും വേണ്ട കാര്യം. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്താൽ ഇപ്പൊ 70,000 കൊടുത്താൽ നമുക്ക് 70,000 കിട്ടണമെന്നില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തു, അത്രേ ഉള്ളൂ. ആ പ്രപ്പോസലിന് കൊടുത്തതിന്റെ പേരില് എസ്റ്റിമേറ്റ് വിജയൻ എന്നൊക്കെ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. വളരെ മോശമല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി വിളിക്കുന്ന എസ്റ്റിമേറ്റ് വിജയനാണ്. ഇപ്പൊ എല്ലാ വാട്സപ്പുകളിലൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഇതാണ് കാര്യം. ഇത് ജനത്തിന് അറിയത്തില്ല. അപ്പൊ ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാണ് നടക്കുന്നത്. മാധ്യമങ്ങൾ ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും ഇല്ല, ചില മാധ്യമങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന. ഇപ്പൊ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് ഇത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് ചോദിക്കണമല്ലോ. അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? മുഖ്യമന്ത്രിക്കുണ്ട്. ഈ സാധനം എങ്ങനെ പുറത്തുപോയി? ഈ പുറത്തു പോയതുകൊണ്ടല്ലേ ഇപ്പം മാധ്യമങ്ങൾ ഇത് കണ്ടത്, അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആ പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ആര്? നമുക്കറിയണം. അമ്മക്കറിയണ്ട, മുഖ്യമന്ത്രിക്ക് അറിയണം. കാരണം മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്തതല്ലേ ഇത്? മന്ത്രിസഭയെ തേജോവധം ചെയ്തതല്ലേ? അത് ശരിയാ. ഒരു ഗവൺമെന്റ് നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത്? അത് ശരിയാണോ? അല്ലല്ല. ഒരു മാധ്യമം അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റ് ഈ എപ്പോഴായാലും എന്ത് ചെയ്താലും ശരിയെ അവസാനം വരും. അത് ചങ്കു മനസ്സിലാക്കണം. അത് ഞാൻ മനസ്സിലാക്കി. അല്ല, തെറ്റ് ഒരിക്കലും അവസാനം ശരിയെ വരൂ. അപ്പൊ കള്ളങ്ങൾ പറഞ്ഞ് എത്ര കള്ളങ്ങൾ പറഞ്ഞാലും അവസാനം ശരിയെ വരും. അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്താലും കേന്ദ്രം ചെയ്താലും. ഇപ്പൊ സുരേന്ദ്രൻ അങ്ങ് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക പത്രസമ്മേളനം. എന്തിനാ സുരേന്ദ്രൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് എനിക്ക് ചോദിക്കേണ്ടി വരും. കാരണം സുരേന്ദ്രൻ അങ്ങനെ പത്രസമ്മേളനം നടത്തുകയല്ല വേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാ. അതാണ് സുരേന്ദ്രൻ ചെയ്യേണ്ടത്. ഇപ്പൊ സുരേന്ദ്രനാണോ ചെയ്യുന്നത്? അല്ല. സുരേന്ദ്രൻ ഇങ്ങനെ സമയാസമയങ്ങളിൽ പത്രക്കാരെ വിളിച്ച് ഡയലോഗ് അടിക്കുക, ഇതാണ് സുരേന്ദ്രന്റെ ജോലി. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവര് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ തെറ്റുകളും മൂടി വെക്കാൻ വേണ്ടി ഈ സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഇവരെല്ലാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി ഇതാ. അതൊന്നുമല്ല നമുക്ക് ആവശ്യം. രമേശ് ചെന്നിത്തലയും സതീശനും ഈ സുരേന്ദ്രനും ഒക്കെ ചെയ്യേണ്ടത് ഈ സംസ്ഥാനം നിങ്ങളുടെയും കൂടെ ഉള്ളതാ, അല്ല പിണറായി വിജയന്റെ മാത്രമല്ല സംസ്ഥാനം. അപ്പൊ നിങ്ങളും കൂടെ ഉള്ളതായി ഈ സംസ്ഥാനം. അപ്പൊ ഈ സംസ്ഥാനത്തിന് ആവശ്യമായ സമ്പത്ത് കൊണ്ടുകൊടുക്കേണ്ടത് ആരാ? ഇവരെല്ലാം കൂടെ ചേർന്നാ കൊടുക്കണ്ട. അല്ലാതെ ഇങ്ങനെ തമ്മിലടിച്ചല്ല പോകേണ്ടത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച പരിശോധിക്കണം. അതെ, നമ്മൾ പരിശോധിക്കണ്ടെന്ന് പറയണോ?